അല്ല സാറാ മേഡം നടക്കാൻ പോയിട്ട് വന്നില്ലേ? ഇല്ല, വന്നില്ല. വരണ്ട സമയം കഴിഞ്ഞല്ലോ. മേഡം ചില ദിവസം കൊറേ ദൂരം നടക്കാൻ പോവാറില്ലേ, അതുകൊണ്ട് വരാത്തായിരിക്കും. അല്ല, അത് വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസാണേ. ഇതിപ്പോ സ്കൂളിൽ 10 മണിക്ക് സെമിനാർ ഉള്ളതാണ്. എന്റെ പങ്കിയാമ്മ, മേഡം ഇങ്ങ് വന്നോളൂ, ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അല്ല, വരട്ടെ. ഞാനെന്താണെങ്കിലേ ഇനിയിപ്പൊ ഞാൻ വരാൻ വൈകിട്ട് മൂപ്പരുടെ വായിലിരിക്കണ കേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ തന്നെ കുളിച്ച് റെഡിയായി ഡ്രസ്സും മാറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ സാറാ മേഡം വരുമ്പോഴേ ഞാൻ 1-2 മണിക്കൂർ മുമ്പ് തന്നെ റെഡി ആയിട്ടിരിക്കുകയാണെന്നൊന്ന് പറഞ്ഞോളൂട്ടോ, വെറുതെ. അത് ഞാൻ ഇന്നലെ റെഡി ആയിരിക്കാന്ന് പറയാം. അങ്ങനെ പറയണ്ട, അപ്പൊ സംശയാവും. അല്ല, എന്തിനാ ഇംപ്രസ് ചെയ്യാനാ? നമ്മളിതിനൊക്കെ ഒരു താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് വന്നോട്ടെ. അതൊക്കെ ഞാൻ പറയാം. പങ്കിയെ അതെ, നിന്റെ സാറാമ്മ മാഡത്തിനോട് ഒരു കാര്യം പറയണം. സാറാമ്മയുടെ ഇവിടെ ഇല്ലല്ലോ, വന്നിട്ട് പറഞ്ഞാൽ മതിയോ? എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി. എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേ വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവർക്ക് മധുരമുള്ള സാധനങ്ങൾ തിന്നാൻ കൊണ്ട് കൊടുക്കരുതെന്ന്. ചേച്ചിക്ക് എപ്പോഴാ സാറാമ്മയുടെ മധുരമുള്ളത്? എനിക്കല്ല, ബലരാമേട്ടന്. മൂപ്പരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാവോ. അപ്പോഴാണ് അവരുടെ വക ഒരു മധുരം കൊടുക്കല്. ഇന്നലെ രാത്രി അതിന്റെ മുഴുവൻ ഞാൻ അനുഭവിച്ചിട്ടിരിക്കുക. അമ്മേ, അതിന് സാറമ്മ മേഡത്തിനെ കുറ്റപ്പെടുത്തണ്ട. ഞാനും കുമാരിയേച്ചും കൂടെ അച്ഛന് മധുരം കൊടുത്തേ. അയ്യടി, ഡൽഹി കിടക്കുന്ന മധുരം തന്നെ ട്രെയിൻ പിടിച്ചിങ്ങോട്ട് വരുമോ? അത് അവരിവിടെ കൊണ്ടുവന്നതല്ലേ? കേരളത്തിലുള്ള സകല മധുരം ഇപ്പൊ സാറാ മേഡം ഡൽഹിന്ന് കൊണ്ടുവന്നതാ. അതെന്തു എന്തായാലും ശരി, ഇവിടെ അത് വേണ്ട, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ത് മിണ്ടാണ്ടിരിക്കുന്ന കാര്യം പറയണ്ടേ? സാറാ മേഡത്തിന്റെ കോളാണ്. എന്തോ ഭക്തി ബഹുമാനം. ഹലോ സാറാ മേഡം, 100 ആയുസാട്ടോ. ഞങ്ങളിപ്പോ സാറാ മേഡത്തിന്റെ കാര്യം പറഞ്ഞോളൂ. എപ്പോ എവിടെ വെച്ചേ? അയ്യോ, എത്ര പേരുണ്ടായിരുന്നു അവര്? ഏതാശുപത്രിയില്? ഞാനിപ്പെത്താം. ശരി. പങ്കിയാമ്മ, സാറമ്മ മേഡത്തിന് എന്ത് പറ്റി? ആരെങ്കിലും വളഞ്ഞിട്ട് അടിച്ചോ? എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചേ? അടിക്കല്ല, പിന്നെ കടിച്ചു. കടിച്ചോ? ആൾക്കാരോ? കുട്ടി നടക്കാൻ പോയ സാറാ മേഡത്തിനെ തെരുവ് നായ്ക്കൾ ഓടിച്ചിട്ട് അറിഞ്ഞും പുറഞ്ഞ കടിച്ചു. എന്നിട്ട് ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടിരിക്കുക. അയ്യോ, ഞങ്ങടെ ചെല്ലട്ടെ കേട്ടോ. സെമിനാറൊക്കെ ഇപ്പൊ ഇനി ആശുപത്രിയിലേക്ക് ആക്കേണ്ടി വരും. അമ്മേ, എടീ, ആള് തീർന്നു എന്നാ തോന്നണേ. നമ്മൾ പേടിക്കുന്നു വിചാരിച്ചിട്ട് അവൻ സത്യം പറയാത്തതാ. അമ്മ എന്ത് മണ്ടത്തരൊക്കെയാ പറയുന്നത്? തീർന്നാളെങ്ങനെ ഫോൺ വിളിക്ക? വെറും വയറ്റിൽ നിന്നങ്ങ് മണ്ടത്തരം പറയാ. വാവ ഉറങ്ങിയോ? ഇതെന്താ അങ്ങനെ ഇരിക്കണത്? ഞാനേ ആ സാറമ്മ മേഡത്തിന്റെ കാര്യം ആലോചിച്ചാ. എന്തൊരു കഷ്ടായി പോയല്ലേ. എത്ര കടി കടിച്ചിട്ടുണ്ട് നായ്ക്കള്? അതെനിക്കറിയില്ല. എവിടേക്കാ കടിച്ചെന്നറിയോ? ഇതൊക്കെ എങ്ങനെയാ പിന്നീട് ഞാൻ അറിയണേ? അവര് നടക്കാൻ പോയപ്പോഴല്ലേ കടിച്ചത്. അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അപ്പൊ ഷാഹിനല്ലേ ഉണ്ടായിരുന്നത്? അപ്പൊ ഷാഹിനോട് ചോദിക്കണ്ട നീ. ഇതാണ്, നീ ഒരു കാര്യം വേണ്ട പോലെ ചെയ്യൂല. ഇതിപ്പൊ നടക്കാൻ പോയപ്പോ പട്ടി കടിച്ചു, അത്രയും നമ്മൾ അറിഞ്ഞല്ലോ. ഇനി ബാക്കിയൊക്കെ അറിയണ എന്തിനാ പിന്നീടൻ? അല്ല, എത്ര കടി കടിച്ചു എന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും മനസ്സമാധാനം തരുന്നേ. ഒരാളെ പട്ടി കടിച്ചു, നടക്കാൻ പോയതാണ്, ആശുപത്രിയിലാണ്, ഇത്രയും ഇവർ അറിഞ്ഞാ പോരാ പിന്നീടന്? അല്ല, എത്ര കടി കടിച്ചു എന്നൊക്കെ അറിഞ്ഞാലേ ഒരു സമാധാനമായിരുന്നു. എന്തോ സമാധാനം അത്? അപ്പൊ നമുക്ക് ആ ദുഃഖത്തില് പങ്കുചേരാലോ. പിന്നെ ദുഃഖത്തില് പങ്കുചേരാ? അതാ വന്നല്ലോ. അതെ ആ പുണ്യന് കൊറേ സംശയമുണ്ട്, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ പുണ്ണേട്ടാ? അതെ, ഈ സാറമ്മ മേഡത്തിന് എത്ര പട്ടികൾ ചേർന്ന കടിച്ചേ? അതെനിക്ക് അറിഞ്ഞൂടാ. എത്ര കടി കടിച്ചെന്നറിയോ? എനിക്ക് അറിഞ്ഞൂടാ പുണ്യേട്ടാ. ആ വെപ്രാളത്തിൽ എനിക്ക് അതൊന്നും ചോദിക്കാൻ പറ്റില്ല. പങ്കിയമ്മാവന് ഫോൺ വന്നപ്പോ നീ അടുത്തുണ്ടായിരുന്നില്ലേ? ഞാൻ അടുത്തുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ചോദിക്കണ്ടേ? അതെങ്ങനെയാ അപ്പൊ ഇതൊക്കെ ചോദിക്കാ? ഈ സാറാ മേഡത്തിന് 7-ാം പൊലച്ചയ്ക്ക് നടക്കാൻ പോണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതും ആൾക്കാരൊന്നും നടക്കാത്തൊരു റോഡ്. ആൾക്കാർ നടക്കാത്ത റോഡല്ല അത്. ആ സമയം ആയതുകൊണ്ട് ആളില്ലാത്തതല്ലേ പുണ്യേട്ടാ? ആ സമയത്ത് പട്ടികളെ ഉണ്ടാവുള്ളൂ.
പിന്നെ വെളുപ്പിനല്ലേ നടക്കാൻ പോണേ? പേടിക്കണം. അതെ അപ്പുണ്ണേട്ടാ, മാഡം രാവിലെ കൊറേ നിർബന്ധിച്ചപ്പോഴേ ഞാനും മാഡത്തിന്റെ കൂടെ നടക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. ആണോ? നന്നായി. എന്നാ കടിയും കൊണ്ട് ഇവിടെ ഇരിക്കായിരുന്നു. സത്യം, പടച്ചോൻ കാത്തെന്ന് പറഞ്ഞാ മതി. ജീവിതത്തിൽ ആദ്യമായിട്ട് അടുക്കളപ്പണി കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവുന്നത്. എന്നാലും ഈ മേഡത്തിനെ പോലെ ഒരു ദേശീയ നേതാവിനെ പട്ടി കടിക്കാന്നൊക്കെ പറഞ്ഞാലേ. എന്റെ ചേച്ചി, പട്ടികൾക്ക് അറിയോ ദേശീയ നേതാവാണോ അതോ ലോക്കൽ നേതാവാണോന്ന്? അവറ്റകൾ ആരെ കണ്ടാലും കടിച്ചു കീറും. ആ അത് ശരിയാ. ഞാനേ ജീവൻ പണയം വെച്ചിട്ട് രാവിലെ സൊസൈറ്റിയിലേക്ക് പോണേ. ഞാൻ അതിരാവിലെ പോണേ. ആ റോട്ടിൽ നിറയെ പട്ടികളായിരിക്കും. ഒരു ദിവസം ഞാൻ പാല് കൊണ്ട് പോകുമ്പോ 4 പട്ടികൾ എന്റെ സൈക്കിളിന്റെ പുറകിലാണ്ട് ഓടി. ഞാൻ സൈക്കിൾ അങ്ങോട്ട് ആഞ്ഞി ചവിട്ടി. പട്ടികൾ കുറച്ചു ദൂരം ഓടിയിട്ട് അവസാനം അവര് തോറ്റു. എങ്ങനെ? പട്ടികൾ തോറ്റു. അയ്യ, കള്ളക്കഥ ഉള്ളതാണ്. ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു കഥ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ സാറാമേടത്തിനെ പട്ടി കടിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ പറഞ്ഞല്ലേ. എന്തിനാ അപ്പുണ്ണേട്ടാ ഇങ്ങനെ സൈക്കിൾ മുറുക്കം ചവിട്ടിയപ്പോഴത്തേക്ക് അവര് തോറ്റുപോയി. തോറ്റുപോയി. ഞാൻ സൈക്കിൾ ഓടിക്കുന്ന സ്പീഡ് നിനക്ക് അറിയാട്ടാണ്. ആണോ? എന്നാലേ പട്ടി കടിക്കാൻ വരുമ്പോ ഓടരുത്. ഓടിയിട്ടുണ്ടെങ്കിൽ അവര് പുറകെ ഓടി പിടിച്ച് കടിക്കും. അതിന് ഞാനല്ലല്ലോ ഓടിയത്, സൈക്കിളല്ലേ. സൈക്കിളിനെ അടിച്ചോട്ടെ. ഈ മനുഷ്യനോട് ഞാൻ എന്താടി പറയാ? എന്താ പറയാ? ഒന്നുമില്ല, ഞാൻ വിചാരിക്കായിരുന്നേ ഈ മേഡത്തിൽ എന്തായിരുന്നു ഒരു വടിയും കൊണ്ട് അങ്ങോട്ട് നടക്കാൻ പോയിരുന്നെങ്കിൽ. പിന്നെ ലാത്തി ചാർജിന്റെ ജലബീരങ്കിയുടെ മുമ്പിലേക്ക് കയ്യിൽ ഒന്നുമില്ലാതെ കയറി ചെല്ലുന്ന ആളാ സാറമ്മ മാഡം. ആ മാഡം കയ്യിൽ വടിയും കൊണ്ട് നടക്കുവോ? അതെ, ഈ ജലബീരങ്കിയൊക്കെ പ്രവർത്തിപ്പിക്കണ മനുഷ്യരാകുമ്പോ സ്ത്രീ എന്നൊരു പരിഗണന കൊടുക്കും. പക്ഷെ പട്ടികൾക്ക് അത് അറിഞ്ഞൂടാ. ഈ പട്ടികളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? എന്താ? പട്ടികൾക്ക് വിവേചന ബുദ്ധി ഇല്ല, മനുഷ്യർക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാരെയും കയറി കടിക്കണത്. എങ്ങനെ? പട്ടികൾക്കേ വിവേചന ബുദ്ധി ഇല്ല, മനുഷ്യർക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാരെയും കയറി കടിക്കണത്. അപ്പൊ ഈ മനുഷ്യരെ കൊല്ലണ എന്തുകൊണ്ടാ? കൊല്ലണതോ? അത് പട്ടികളൊന്നും മയക്കുമരുന്ന് ഉപയോഗിക്കണില്ലല്ലോ. മനുഷ്യന്മാരും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെ കൊല്ലണേ. അങ്ങനെ അല്ലാത്ത കൊലയും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആർക്കാ വിവേചന ബുദ്ധി ഇല്ലാത്ത? അതെനിക്കറിയില്ല. ആർക്കാ വിവേചന ബുദ്ധി ഇല്ലാത്തത്? രണ്ടാക്കില്ല. അപ്പൊ അപ്പുണ്ണേട്ടൻ തോറ്റു. തോറ്റെങ്കിൽ തോറ്റു. ഞാൻ 6ാം ക്ലാസ്സിൽ നേരത്തെ തോറ്റതാ. എനിക്കിപ്പോ അതല്ല. നാളെ രാവിലെ സൊസൈറ്റിയിലേക്ക് പാലും കൊണ്ട് പോകാൻ പേടിയായിട്ട് വയ്യ. അതെ, അപ്പുണ്ണേട്ടൻ പേടിക്കരുത്. ഈ പട്ടി എപ്പോഴാ കടിക്കുക അറിയോ? നമുക്ക് പേടിയുണ്ട് എന്ന് പട്ടിക്ക് മനസ്സിലായ അപ്പ കടിക്കും. അതായത് ഈ പേടിയുണ്ട് എന്ന് അവർക്ക് അറിയാനായിട്ട് എന്തോ ഒരു വൈബ്രേഷൻ കിട്ടുന്ന പറയണത്. ആണോ? അപ്പൊ നമുക്ക് പേടിയുണ്ടെന്ന് പട്ടിക്ക് മനസ്സിലാവണം. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അത് അടി കിട്ടുമ്പോ. അയ്യോ. അപ്പൊ അനങ്ങരുത്, അവിടെ തന്നെ നിൽക്കണം അല്ലേ? അതായത് പട്ടിയെ കണ്ട് പേടിച്ച് ഓടരുത്. ധൈര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോ ഒന്ന് കടിച്ചാലോ? നിൽക്കുമ്പോ ഒന്ന് കടിച്ചാൽ വിധിയാന്ന് ഓർത്താ മതി. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറയാം. എന്താ? അവര് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ തന്നെ അവരുടെ പുറകെ ഓടിക്കേറി മുറിയിലേക്കൊന്നും പോണ്ട. എന്താ പോയാല്? എടി, നമ്മളൊന്ന് സൂക്ഷിക്കണം. പട്ടി കടിച്ചല്ലേ. ചേച്ചി, അവര് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടായിരിക്കില്ലേ വരുന്നേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ സൂക്ഷിച്ചാ മതി. ഞാൻ എന്തായാലും പോവും. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. ഇവിടെ ഉണ്ട്. തെളിഞ്ഞാ? എന്താണ്? ഞാൻ വന്ന് നാട്ടി കൊടുക്കണോ? വേണ്ട. അപ്പൊ കേട്ടാ, ഒരാൾക്ക് ഒരാപത്ത് വരുമ്പോ നമ്മൾ ഇട്ടിട്ട് പോകാൻ പാടുണ്ടോ? കുമാരി കുട്ടിയുടെ അടുത്തേക്ക് പോയതല്ലേ? അതല്ല, ഞാൻ സാറമ്മ മാഡത്തിന്റെ കാര്യം പറഞ്ഞേ. സാറാമേടത്തിന് അത് നമ്മളെല്ലാരും കൂടെ നിൽക്കൂലേ? ഉറപ്പാ. ഞാൻ പിടിക്കാം. മെല്ലെ. അയ്യോ, മെല്ലെ ഇറങ്ങും. മെല്ലെ. എന്താ ചെയ്യാ? മെല്ലെ നടക്കൂട്ടോ. നേതാക്കളെ കണ്ട തിരിച്ചറിയാത്ത പട്ടിയോട്. പട്ടിക്ക് എന്ത് നേതാവ്? അല്ല, കള്ളന്മാരൊക്കെ പിടിക്കണല്ലേ പട്ടി. പിന്നെ നേതാവിനെ കണ്ടാ തിരിച്ചറിയണ്ടേ? ഇങ്ങനെ വെടുവുകേട് പറയാതെ എന്നെ എവിടെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തണോ? അയ്യോ, ഒച്ചടല്ലേ. തുന്നിക്കെട്ടളകും. തുന്നിക്കെട്ടല്ലേ സ്റ്റിച്ച്? അതന്നെ എന്റെ മലയാളല്ലേ ഇപ്പൊ ഈ പറഞ്ഞേ. മെല്ലെ. ഈ പടി ഞാൻ എങ്ങനെ കേറുന്നേ? എത്ര പടികൾ കയറിയേക്കണോ മേഡം. മെല്ലെ ചെറിയ സ്റ്റെപ്പ് വയ്ക്കൂ. സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ എത്തിയാ? എത്തി. അയ്യോ.
കടിച്ചു പറിച്ചിണ്ടല്ലേ പട്ടി. പങ്കിയാമ്മ വരുന്ന കാര്യം ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങള് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് വരികയല്ല, നേരത്തെ വിളിച്ച് പറയാൻ. പട്ടി കടിച്ചിട്ട് അതിന്റെ ചികിത്സയും കഴിഞ്ഞിട്ട് വരിക. സാറോ മാഡം, എങ്ങനെയാ പട്ടി കടിച്ചേ? സാധാരണ പട്ടികളൊക്കെ വായിലെ പല്ലുകൊണ്ടാ കടിക്കാറ്. എന്നെ അങ്ങനെയൊക്കെ തന്നെയാ കടിച്ചത്. എത്ര പട്ടി ഉണ്ടായിരുന്നു കടിക്കാൻ? വളഞ്ഞിട്ടുള്ളൊരു ആക്രമണം ആയതുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയില്ല. അതെ, ഈ കടിച്ച പട്ടികളെ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റുമോ? ഒരു പട്ടിയുടെ കണ്ണിനകത്ത് മറുകുണ്ടായിരുന്നു. പിന്നെ ഒരു പട്ടി നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടി നെയിൽ പോളിഷ് ഒക്കെ ഇടുവോ? അപ്പുണ്ണി, ഇത് പറഞ്ഞിട്ട് എന്തിനാ നിനക്ക്? പട്ടിക്കെതിരെ കേസ് കൊടുക്കാനോ? കേസ് കൊടുക്കണം. വലിയ നേതാവിനല്ലേ കടിച്ചിരിക്കണേ, അതിന് കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് തെരുവട്ടിയുള്ള അവിടെ ജഡ്ജിന്റെ അടുത്ത് വരുമോ? നീ എന്താ പറഞ്ഞേ? മാഡത്തിന് പട്ടി അടിക്കാൻ വരുമ്പോ ഓടിക്കൂടായിരുന്നോ? നീ എന്ത് വിവരക്കേടാ പറയണേ? എന്താ മേഡം രാവിലെ നടക്കാൻ പോയതില്ലേ, പിന്നെ എങ്ങനെ ഓടുക? എന്റെ പൊന്നോ പുണ്യേട്ടാ. അപ്പുണ്ണി, നീ ഈ രമണിക്കും നന്ദിനിക്കും പിണ്ണാക്ക് കൊടുക്കണില്ല, ഒക്കെ നീ തിന്ന. എന്താ നിന്റെ തലയില്? ഇതെല്ലാം കൂടെ എങ്ങനെ ഒരു വള്ളത്തെ വന്ന് അടിഞ്ഞെന്ന് അതല്ലേ എനിക്കും മനസ്സിലാവാത്തത്. മേഡം, എന്റെ ബലമായ സംശയം ഇത് വെറും ഒരു പട്ടിയടിയല്ല. എതിർ പാർട്ടികളുടെ വളരെ ആസൂത്രിതമായിട്ടുള്ള പട്ടികളെ വിട്ടുള്ള ആക്രമണമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. തേങ്ങയാണ്. ഓരോ പാർട്ടി മീറ്റിംഗിനും ഞാൻ ഈ തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെ കുറിച്ച് ഘോരം പറയാറുണ്ട്. ഒരുത്തിന്റെ എങ്ങനെ ചെവിക്കാത്തോ അത് കേറിയോ? എന്നിട്ട് അനുഭവിക്കുന്നത് ഞാനും. അല്ല, ഈ ഒരു വിഷയം പാർട്ടി ഗൗരവമായിട്ട് എടുക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട് മേഡം. താൻ കേസിച്ച് എന്നാ കാണിക്കാനാ? പട്ടിയുടെ മുഴുവൻ കടി ഞാൻ കൊണ്ടില്ലേ? മേഡം ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. ഈ ഒരു കാര്യത്തിന് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അതൊക്കെ നമുക്ക് ചെയ്യാം. താൻ ഈ ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ട മുഴുവൻ പട്ടി എന്നെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സാറാ മേഡം, ഒരു ഹർത്താൽ എന്തായാലും വേണം. ഹർത്താലോ? എന്തിന്? ദേശീയ നേതാവിനെയല്ലേ പട്ടി അടിച്ചിരിക്കണേ, വേണ്ടേ? അല്ലെങ്കിൽ ഒരു പട്ടിയുടെ കോലെങ്കിലും കത്തിക്കണം. അമ്മാവാ, മോശമാണ്. അല്ല മേഡം, അതൊന്നും നമുക്ക് ആലോചിക്കാവുന്നതാണ് കേട്ടോ. വാർത്തയാക്കാലോ. ആ പട്ടികളെ കൊണ്ട് ഞാൻ ചത്താ മതിയായിരുന്നു. മേഡം, സൂചി വെക്കുമ്പോ വേദന ഉണ്ടായിരുന്നാ? അതെ, വയറ്റത്ത് വെക്കണ സൂചിക്ക് ഭയങ്കര വേദന. ഇവിടെ വലിയ കുഴപ്പമില്ല. ഷാഹിന, എന്നെ എവിടെങ്കിലും കൊണ്ടൊന്ന് ഇരുത്താവും. ഞാൻ കൊണ്ടാക്കാം മേഡം. എന്താടോ? എന്തേ? കണ്ണടതാണോ? ഇത് പറ്റുമോ? എന്റെ കണ്ണട തരാൻ. അയ്യോ, സോറി, ഞാൻ കണ്ടില്ല. നീ വരുന്നില്ലേ? ഞാൻ വരാ. സ്റ്റെപ്പ് നോക്കി. അമ്മാവാ, നമുക്കൊരു കസേലയിൽ ഇരുത്തിട്ട് എടുത്തുകൊണ്ടായാലോ? രണ്ടാൾക്ക് നടക്കാൻ തന്നെ പറ്റില്ല. അത് അല്ലെങ്കിൽ അത് എന്റെ ഇടക്കൂടെ ഒരു കസാരയും കൂടിയോ? എന്നാ വേണ്ട. കേറ് മേഡം. ഏത് കാലം വെച്ച് കേറി? ഈ കാല് വെക്കും, ഞാൻ പിടിക്കാം. അങ്ങനെ ഐശ്വര്യം വേണ്ട, ഏത് കാലാച്ച വെച്ച് കേറാലോ. ഷാന നോക്കിട്ട് കേട്ടോ. നോക്കി കൊണ്ടോട്ടെ കുട്ടിയെ. എന്റെ കാലേ, എന്റെ കൈ. അയ്യോ, കേറ് മേഡം അല്ലേ. ഞാൻ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുമല്ലേ, നിനക്ക് കാണാൻ പാടില്ലേ? അമ്മാവാ, കടിച്ച് കീറിണ്ടില്ലേ നായ്ക്കള്? ഔ, എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്തി പറഞ്ഞ ആ പ്രസംഗേ അത് പട്ടിയോള് കേട്ടിട്ടുണ്ടാവും. ആ നിലയ്ക്കുള്ള കട്ടിയെ കടിച്ചേക്കണം. വിവരമുള്ള എന്തെങ്കിലുമൊക്കെ പറയാൻ പാട്ടാ. ഐ, പാർട്ടിക്കാരനാത്രേ. എല്ലാവരും ബുദ്ധി വെച്ചവരായപ്പോ ഞാൻ മാത്രമല്ലോ ഇവിടെ ഇങ്ങനെ. വേണ്ട, എന്തിനാ വെറുതെ വാരിയിരിക്കണ കേൾക്കണം. പങ്കി, എന്ത് ധൈര്യത്തിലാ നീ ഇപ്പൊ ഈ കാണിക്കണത്? എന്തേ? ഇപ്പൊ സാറമാ മേഡത്തിന് ഇത്തിരി കഞ്ഞോട്ടെ കൊടുക്കണേന് എന്തിനാ അത്ര പെടുത്ത ധൈര്യം? ഓ, ആളെ പൊട്ടനൊക്കെ നീ പണ്ടേ എടുക്കാനാണെന്ന് എനിക്കറിയാം.
ചേച്ചി എന്തീ പറയുന്നത്? പട്ടികടി കൊണ്ട് കിടക്കണ സാറാമ്മ മേഡത്തിന് ഇത്തിരി കഞ്ഞി കൊടുക്കണതാണോ അത്ര വലിയ കാര്യം? പട്ടി കടിച്ച സാറാമേനെയും കൊണ്ടേ ഈ തറവാട്ടിലേക്ക് വരാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇവിടെ ഒരു ചെറിയ കുട്ടിയുള്ളതല്ലേ? അയ്യോ ചേച്ചി എന്തൊക്കെ ഈ പറയണത്? സാറാ മേഡത്തിന് ഒരു പട്ടിയടി കൊണ്ടെന്ന് വിചാരിച്ച അപ്പൊ തന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുക. അവർക്ക് പകർച്ചവ്യാധിയൊന്നും ഇല്ലല്ലോ. പട്ടി കടിച്ചാലേ പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ ചേച്ചി അതിനുള്ള വാക്സിനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ട് അവരിങ്ങോട്ട് വന്നിരിക്കണത്. വാക്സിന്റെ കാര്യമൊന്നും നീ പറയണ്ട, എനിക്കതിലത്ര വിശ്വാസം പോരാ. അതേ പണ്ടത്തെ കാലൊന്നല്ല, ശാസ്ത്രമൊക്കെ കുറെ പുരോഗമിച്ചു. മെഡിക്കൽ സയൻസ് ഒക്കെ ഇപ്പൊ എവിടെ എത്തിയെന്ന വിചാരം? ഇപ്പൊ പണ്ടത്തെ പോലെ ആൾക്കാർക്ക് പേളയിലൊന്നും ഇല്ല. അങ്ങനെയൊന്നും പറയണ്ട. ഏറ്റവും കൂടുതൽ പിഴവുകൾ വന്നിട്ടുള്ളതേ ശാസ്ത്രത്തിനും അതിന്റെ കണ്ടുപിടുത്തങ്ങൾക്കുമാണ്. അയ്യോ ചേച്ചിനോട് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ സാറാ മേഡത്തിന് ഈ കഞ്ഞി കൊണ്ടു കൊടുക്കട്ടെ. കൊണ്ടു കൊടുക്കടാ. വയ്യാണ്ട് കിടക്കുന്ന സാറാമ്മയ്ക്ക് കഞ്ഞിവെള്ളം പോലും കൊടുത്തില്ല എന്നുള്ള പരാതി എന്നെ കൊണ്ട് പറയണ്ട ഇനി. ഈശ്വരാ, ഇങ്ങനെ ഒരു ഹൗസ് ഓണറിനെ കിട്ടിയത് അവരുടെ ഭാഗ്യം തന്നെയാണ്. അതെ, നീ വലിയ കളിയാക്കൊന്നും വേണ്ട. അവരൊരു നിരീക്ഷണത്തിൽ വെക്കണത് നല്ലതാ. എന്തെങ്കിലും ലക്ഷണപശക് കണ്ട അപ്പ എല്ലാവർക്കും കൂടി മുറിയിൽ കയറി വാതിലടയ്ക്കാം. അത് അപ്പഴല്ലേ? അപ്പ അടയ്ക്കാം. മാറിക്കോ. പറഞ്ഞാലും മനസ്സിലാവില്ല. ഈശ്വര, ഇനി പേങ്ങാനും ഇളവോ ദൈവമേ. നീ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നേ. അവർക്ക് ഇനി വെള്ളം കൊടുക്കാത്ത കുറവുള്ളൂ അമ്മയ്ക്കുണ്ടാവും. അതിനല്ലാന്ന്, എടി പട്ടി കടിച്ചിട്ടിരിക്കല്ലേ, വല്ല പേയ് ഇളകിയിട്ടുണ്ടോന്ന് അറിയണ്ടേ? അമ്മ ഇവര് ആശുപത്രി പോയതാണ്. ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടല്ലേ അവിടുന്ന് വിടുള്ളൂ. ചിലർക്ക് ഇഞ്ചക്ഷൻ എടുത്താലും പേളകും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നീ പോയി എടുത്തോണ്ടോ വെള്ളം. അതിന് വെള്ളം എന്തിനാ? എടി പേയുണ്ടെങ്കിൽ വെള്ളം കണ്ട ഭയങ്കര പ്രശ്നാണ്. എന്റെ അമ്മ അതിന്റെ ആവശ്യം ഉണ്ടാവും. അവൾക്കെങ്ങാനും പേളകിയാലേ അവൾ ആദ്യം വന്ന് കടിക്കുക എന്നെ ആയിരിക്കും. അപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്കിനി പേയും കൂടി ഇളകി എന്തായിരിക്കും അവസ്ഥ? എന്താന്ന്? നീ പോയി വെള്ളം എടുത്തോണ്ടെന്നേ. വെള്ളം നിക്ക് കണ്ടാ പട്ടി കാണിക്കണ പോലെ നാക്കം കിട്ടണണ്ട കടാ. അതല്ല, അതെന്തോ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ കളയണതാ. അതൊന്നും അല്ല, ഇതാ മറ്റേ തന്നെയാ. നീ വേഗം വെള്ളം എടുത്തോണ്ട് വാ. എന്താ കുരയ്ക്കാണോ? സാറമ്മ മേഡം എങ്ങനെയുണ്ട്? എന്ത്? അല്ല, ശരീരവേദനയൊക്കെ എങ്ങനെയുണ്ടെന്ന്. എന്നെ വെച്ച നിനക്ക് വേറെ യാതൊരു പണിയില്ല. ഓരോ മണിക്കൂർ ഇടവിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ അതല്ല മേഡം, എന്നെ ഇതുവരെ പട്ടി അടിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ഫീൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. പനിയൊക്കെ ആണെങ്കിൽ എനിക്കറിയാം അതെങ്ങനെ ഉണ്ടാവാന്ന്. അപ്പൊ അറിയത്തില്ലാത്തോണ്ടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന്? വളരെ നല്ല എക്സ്പീരിയൻസാ. എൻ്റെ ഒരു അഭിപ്രായത്തിലേ ആഴ്ചയിൽ പോയി പട്ടികടി കൊള്ളണം. എന്താ? എനക്കല്ലേ എക്സ്പീരിയൻസ് വേണ്ടത്. അതല്ല, ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതാ. പിന്നെ എന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതേപോലെ പട്ടി ഓടിച്ചിട്ട് കടിക്കാൻ നോക്കിയതാ. എന്നിട്ട് എന്നെ കടിച്ചില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഓട്ട മത്സരത്തിനൊക്കെ ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ പട്ടി എന്റെ പുറകെ ഓടി, ഞാനും ഓടി. പക്ഷെ പട്ടികൾക്ക് എന്റെ അടുത്ത് എത്താൻ പറ്റിയില്ല. ചമ്മിപ്പോയി പട്ടികള്. ഓട്ട മത്സരത്തിൽ നീ സ്കൂളിൽ പഠിക്കുമ്പോ? എൻ്റെ അമ്മേ. എന്താ മേഡം? ഒന്നുമില്ല. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്ന നീയാണോ ഇപ്പൊ ഈ നിപ്പ് നിക്കണേന്ന്? അതൊക്കെ ചെറുപ്പത്തിലല്ലേ മേഡം, പിന്നെ ആ ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയി. പെണ്ണെന്ത് വിവരക്കേടായി കാണിക്കണ്? അമ്മല്ലേ പറഞ്ഞ വെള്ളം എടുക്കാൻ? നിന്റെ കാര്യമല്ല. പക്ഷെ ആഹിന കണ്ട പട്ടി കടിച്ച സാറാമ്മയുടെ അടുത്ത് പോയി എപ്പോഴെപ്പോഴും പോയിരിക്കണ വിവരമില്ലാത്ത കഴുത. നീ ഒരു കാര്യം ചെയ്, അവളെങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അമ്മ വിളിക്കേ. ഞാൻ പോയാൽ ശരിയാവില്ല. നീ വെള്ളം അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ടേ അവളെ പതുക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ തന്നെ പോണോ? ഞാൻ പോയാൽ സംശയിക്കും സാറാമ്മ. അപ്പൊ ഞാൻ പോയാലോ? നീ പോയാൽ സംശയിക്കൊന്നുമില്ല. ചെല്ല്. വെള്ളം ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. എനിക്ക് വേണ്ട.
അല്ല ഈ മുറിവൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ. എന്നോട് ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ. അത് പങ്ക്യാമനോടാ പറഞ്ഞേ. പങ്ക്യാമൻ എന്നെ ഏൽപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് വെള്ളം തരാൻ. എന്തായാലും എനിക്കിപ്പോ വേണ്ട. എപ്പോഴാച്ചാ കുടിച്ചാ മതി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണേ. എന്താന്ന് പേയുണ്ടോന്നുള്ള ടെസ്റ്റ് എടുക്കാം. ടെസ്റ്റ് എന്താ ടെസ്റ്റ്? അതാ എന്താമ്മേ? എടി അതിന് പേയുണ്ടെങ്കിലേ വെള്ളം കൊടുത്താൽ വിവരം അറിയാൻ പറ്റും. അതിനാണ്. അതെങ്ങനെ അറിയും? എടി വെള്ളം കണ്ടാല് പേയുണ്ടെങ്കിൽ വയലന്റ് ആവും. അയ്യോ, നോക്കണ്ട.